السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم. വേദിൽ ബഹുശരായ ബഹുനിരായ സയ്യിദന്മാരെ, മറ്റു പണ്ഡിത മഹത്തുക്കളെ, സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, ഈ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വലിയ ഒരു സന്തോഷത്തിൻ്റെ വേളയിലാണ് നിങ്ങളെല്ലാവരും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയ ഒരു വിദ്യാർത്ഥി, ആ പൊന്നുമകന് കൊടുക്കുന്ന ആദരവുകൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ മജ്ലിസിൽ നടക്കുകയുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ഉറൂസിലാണെന്ന് തോന്നുന്നു, ഞാൻ പരിപാടിക്ക് പ്രസംഗിക്കാൻ വരുമ്പോൾ ഇവിടെ ഒരു ദറസായിരുന്നു. ആ ദറസെല്ലാം മാറിയിട്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു 20 വിദ്യാർത്ഥികൾ അന്ന് പഠനം തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാഹ് അതിങ്ങനെ വളർന്നു 20, 25, 30, 35 40ലേക്ക് ആ വിദ്യാർത്ഥികൾ ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷക്കാലം കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു മകൻ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് ആദ്യമായിട്ട് ഹാഫിദാകുന്ന ഈ അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമകൻ, ഞങ്ങളെപ്പോഴും പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ പ്രഭാഷണമൊക്കെ ലൈവ് ചെയ്യുന്ന റാഫി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ മകനാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൂടെയുണ്ട്. അപ്പം അൽഹംദുലില്ലാഹ് വലിയൊരു സന്തോഷം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ചാണ്. ഞാൻ ഇന്നലെയും എൻ്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ പ്രസംഗം നടത്തുമ്പോൾ മഹത്തുക്കളായ മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ ഒരു രാത്രി കൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും അവർ ഓതി തീർക്കുമായിരുന്നു. 2 റക്അത്ത് നിസ്കാരത്തിൽ അവർ ഖത്തം തീർക്കുമായിരുന്നു എന്നുള്ള ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു അത്ഭുതമായിട്ടാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് ഹാഫിദ് അനസ് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ വെളുമ്പത്തു മഖാമിൽ 20 മണിക്കൂർ അവന്റെ ആയുസ്സിൽ നിന്ന് ചിലവഴിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകൾ, 6666 ആയത്തുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ 20 മണിക്കൂർ കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആ പൊന്നുമകൻ തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന് ഓതി കേൾപ്പിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ. 20 മണിക്കൂർ കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പൂർത്തീകരിച്ച് ഈ ചെറുപ്രായത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്വർഗത്തിന്റെ അവകാശിയായി ആ പൊന്നുമകൻ മാറിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അനസിന്റെ പ്രതിഫലം എന്താണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ റാഫിക്കും റാഫിയുടെ പ്രിയപ്പെട്ട ഭാര്യ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എത്രത്തോളം വലുതാണെന്നൊന്ന് ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു റാഫിക്ക് 4 മക്കളാണെന്ന് തോന്നുന്നു, അല്ലേ?
5 മക്കളാണ് റാഫിക്കുള്ളത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ 5 മക്കളിൽ ഒരാളെ അള്ളാഹു അവരുടെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, റാഫിയുടെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാം. റാഫിയുടെ രക്തത്തിൽ നിന്ന് പിറക്കുന്ന, റാഫിയുടെ ഭാര്യയുടെ വയറ്റിൽ നിന്ന് ലോകത്തേക്ക് കടന്നു വരുന്ന 5 മക്കളിൽ ഒരാളെ അള്ളാഹു വിശുദ്ധമായ ഖുർആന് കൊടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു വലിയ തെരഞ്ഞെടുപ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഖുർആൻ പഠിക്കൂ. അപ്പൊ വലിയൊരു ഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇതൊരു പ്രഭാഷണത്തിന്റെ സമയമല്ല. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കാൻ സമയം വരുന്നു. അപ്പൊ ഈ സമയം നമ്മുടെ പരിപാടി 6 മണിയോടുകൂടി അവസാനിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഉറൂസിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇന്ന് എനിക്ക് കണ്ണൂരൊരു പരിപാടിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വരണമെന്ന്, കാരണം ഇവിടുത്തെ ചുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും വരാറുണ്ട്. അൽഹംദുലില്ലാഹ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ വരണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിനോടൊപ്പം അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളിനെ ആദരിക്കുന്ന ഒരു മജ്ലിസ് കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. ആ പൊന്നുമകന് ഓരോരുത്തരും കൊടുത്ത അൽഹംദുലില്ലാഹ് ക്യാഷ് അവാർഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടുകാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സ്ഥാപനത്തിനു വേണ്ടി ഒരുപാട് സഹായിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഭക്ഷണത്തിലേക്കും, അതുപോലെ തന്നെ അവർക്ക് ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നു, അവർക്ക് താമസിക്കുവാനുള്ള ബിൽഡിങ്ങിലേക്കും നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ ആ കൊടുത്തതിന്റെ വലിയ ഒരു പ്രതിഫലം ഈ അനസ് എന്ന് പറയുന്ന ഈ മകൻ അവന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവൻ ഹാഫിളാകുമ്പോൾ ഈ നാട്ടുകാരായ ഇവന് ഭക്ഷണം കൊടുത്ത, ഇവനെ സഹായിച്ച, ഇവന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്ത ഈ മഹല്ലും കമ്മിറ്റിയും ഈ നാട്ടുകാരും നിങ്ങളുടെ മകനാണ് അനസ്. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു പ്രതിഫലമാണ്. നിങ്ങൾ കൊടുക്കുമ്പോൾ ചിന്തിക്കാറുണ്ടല്ലോ, പടച്ചവനെ ഈ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഈ അനസ് എന്ന് പറയുന്ന മകൻ ഇനി മരിക്കുന്ന കാലം വരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുമ്പോൾ, അവൻ ആർക്കെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിന്റെ ഒരു മിസ്ൽ സവാബ് അള്ളാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഈ പരിശുദ്ധമായ ഖുർആൻ അവന് പാരായണം ചെയ്യുമ്പോൾ, എപ്പോ പാരായണം ചെയ്താലും അതിന്റെ ഒരു വിഹിതം അവൻ പഠിക്കുന്ന സമയത്ത് അവന് വേണ്ട സഹായം ചെയ്തവർ, ഭക്ഷണം കൊടുത്തവർ, അവന് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവർ, നിങ്ങൾക്ക് അല്ലാഹു തരും. അത്രയ്ക്കും വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുന്നു, ഇങ്ങനെ ഒരു നല്ല ഒരു മജ്ലിസ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ എനിക്ക് അലിഹാജിയോട് ചിന്തിക്കാറുണ്ട്, ഈ നാട്ടുകാരായ എത്ര മക്കളോട് പഠിക്കുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോഴിക്കോട് കീഴ്ശ്ശേരിക്കാരനാണ് അനസ്. അവൻ കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് പഠിച്ച് ഹാഫിളാകുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നടക്കുമ്പോൾ കണ്ണപത്തിന്റെ പരിസരത്തുള്ള എത്ര പേരുണ്ട്? ഈ 35 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. ആ 35 പേരിൽ 5 പേരാണ് ഈ നാടിന്റെ പരിസരത്തുള്ളത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാ? ലഡു തിന്നുന്നതിന്റെ മറന്നുപോകല്ലേ താത്താമാരെ? എല്ലാരും ലഡു തിന്നുന്ന സ്പീഡിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 35 വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിങ്ങളുടെ നാട്ടിലെ ഈ സ്ഥാപനത്തിൽ കണ്ണവും കണ്ണവത്തിന്റെ പരിസരവും തെരഞ്ഞു നോക്കിയാൽ 5 മക്കളാണ് ആകെയുള്ളത്. ഈ സ്ഥാപനത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ഈ നാട്ടിലുള്ള മക്കളെ ഹാഫിളാവുക. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ ഈ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മകനും ഇതുപോലെ ആദരിക്കപ്പെടണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആയിരങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പൊന്നുമകൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമകൻ അവൻ ആദരിക്കപ്പെടുന്നത് കാണാനുള്ള ആഗ്രഹം ഈ ഒരു നല്ല മജ്ലിസ് കൊണ്ട് നമുക്കുണ്ടാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ മക്കളെ ഈ സ്ഥാപനത്തിലേക്ക് അടുപ്പിക്കുക. ബഹുമാനായ ഉസ്താദ് അവറുകളെ ഞാൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പഴയ കാലം പോലെയല്ല ഇന്നത്തെ ദറസും അതുപോലെ തന്നെ ഹിഫ്ള് സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസങ്ങൾ ഇടകലർത്തിയിട്ട 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഇവിടെ വരുമ്പോൾ 10ാം ക്ലാസ് വരെ 5 വർഷമാണ് ഒരു വിദ്യാർത്ഥി ഇവിടെ പഠിക്കുന്നത്. സാധാരണ ഒരു കുട്ടി ഹാഫിളാകാൻ വേണ്ട സമയം 2-3 വർഷമാണ് മാക്സിമം.
പക്ഷെ ആ 3 വർഷത്തിന്റെ ഇടയിൽ ആ പൊന്നുമകൻ വേറെ ഒന്നും പഠിക്കുന്നില്ല, ഖുർആൻ മാത്രം പഠിക്കുമ്പോഴാണ് അവൻ ആ 3 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഹാഫിളാവാൻ കഴിയുക. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നത് 5ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും അൽഹംദുലില്ലാ അവന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒരു മുടക്കവും വരുത്താതെ എല്ലാ ദിവസവും അൽഹംദുലില്ലാ അവന് പഠിക്കേണ്ട വിദ്യാഭ്യാസം, ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കും. അതിനോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനും അവനെ പഠിപ്പിക്കും, ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം 5ഓ 6ഓ ജുസുവാണ് ആ കുട്ടി പഠിക്കുന്നത്. ആ പഠിക്കുന്നതിലൂടെ അൽഹംദുലില്ലാ ആ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ അവൻ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചു പൂർത്തിയാക്കുന്നു. അപ്പോഴും ഇത്രയും നല്ല സൗകര്യത്തോടുകൂടി അൽഹംദുലില്ലാ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അതിലൊരിക്കലും മുഖം തിരിച്ചു നടക്കേണ്ടവരല്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉമ്മമാരോട്, നിങ്ങൾക്കറിയില്ല അനസ് എന്ന് പറയുന്ന പൊന്നുമോന് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താ, അനസിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? സത്യം പറഞ്ഞാൽ അനസിനെ ഇനി എടാ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും മക്കളെ എടാ വാടാ പോടാ എന്ന് വിളിക്കും. പക്ഷെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു ഹാഫിദിനെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന് മഹത്തുക്കളായ തസൗഫിന്റെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിക്കുകയാ. എടാ എന്ന് വിളിക്കാൻ പാടില്ല ഒരു മുത്തഅല്ലിമിനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് എന്ന് പറയുന്ന ഈ ചെറിയ പയ്യനെ ഇനി തൊടണമെങ്കിൽ ഒതുവെടുക്കണം. അതാണ് ഖുർആൻ. സാധാരണ മക്കളിൽ നിന്ന് വ്യത്യസ്തമായി അവനെ തൊടണമെങ്കിൽ പോലും ഒതുവെടുക്കണം. എന്തിനാണ് അനസ് എന്ന് പറയുന്ന ഈ മകനെങ്ങാനും ഈ വെളുമ്പത്ത് കാണുന്ന ഈ പള്ളിപ്പറമ്പിലൂടെ ചുമ്മാതെ ഒന്ന് നടന്നു പോയാ മതി, അവന്റെ ആരും ഇവിടെ കിടക്കുന്നില്ല. അവന് ഭക്ഷണം കൊടുത്ത ഒരുപാട് പേര് ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. ഈ അനസങ്ങാണം ഈ പള്ളിപ്പറമ്പിലൂടെ ചുമ്മാതെ ഒന്ന് നടന്നു പോയാൽ അനസ് നടക്കണ്ട. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 35 വിദ്യാർത്ഥികൾ അവര് ചുമ്മാതെ ഒന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ബോള് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ഖബർസ്ഥാനിലൂടെ ഒന്ന് നടന്നു പോയാൽ അവൻ നടന്നു പോയത് കാരണം ഖബറാളികളുടെ ശിക്ഷ പോലും അല്ലാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുമ്മാതെ ഒന്ന് നടന്നു പോയാൽ ഈ വെളുമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ ഭാഗ്യവാന്മാരാ. കാരണം നിങ്ങൾ ജുമാ നിസ്കരിക്കാൻ വേണ്ടി ടൗണിൽ പോകും, പലപ്പോഴും അവിടെ നിന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. തിരക്ക് കാരണം അധികം പേരും വരാറില്ല. അവിടെയാണ് ജുമാ ഉള്ളത്, ഇവിടെ ജുമാ പോലുമില്ല. പക്ഷെ ഖബറടക്കുന്നത് ഇവിടെയാ. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് നിങ്ങൾ വന്ന് നോക്കിയാൽ ഈ ഖബർസ്ഥാനിൽ വളരെ ആള് കുറവാ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾ, ഈ നാട്ടുകാർ എത്ര വലിയ ഭാഗ്യവാന്മാരോടോ. ഒരു ജനാസ കൊണ്ടുവരുമ്പോൾ, ഒരു ജനാസ ഖബറടക്കാൻ കൊണ്ടുവരുമ്പോൾ ഈ മക്കൾ അതിന്റെ ദുആയിൽ പങ്കെടുക്കുകയും സിയാറത്ത് ചെയ്യുകയും ആ ഖബറാളിക്ക് കിട്ടുന്ന വലിയ ഒരു ഭാഗ്യം, ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ആ ഒരു വലിയ ഭാഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾ ഇങ്ങനെ ചുമ്മാതെ ഒന്ന് പള്ളിപ്പറമ്പിൽ ഇറങ്ങിപ്പോയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറാളികളുടെ ശിക്ഷ അല്ലാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ മക്കളെങ്ങാനും ഒന്ന് ദുആ ചെയ്താൽ, എടോ ഈ മക്കളെങ്ങാനും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്താൽ ആ ദുആയിക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. ഈ മക്കളുടെ ദുആയിന് ഉത്തരമുണ്ട്, ഇവരുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അപ്പൊ അത്രത്തോളം മഹത്വമുള്ള മക്കളാണ് ഇവർ. ഇവരെ നിങ്ങൾ സ്നേഹിക്കണം, ഇവരെ നിങ്ങൾ ആദരിക്കണം, ഇവരെ നിങ്ങൾ ബഹുമാനിക്കണം. ഈ മക്കളെ നോക്ക്, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മുടിയും വളർത്തി കീറിയ പാൻറ് ഇട്ടുകൊണ്ട് പറഞ്ഞാൽ അനുസരിക്കാതെ അവൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുകയാണ്. ആണും പെണ്ണുമെല്ലാം അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ ജുബ്ബയും തൊപ്പിയും ധരിച്ചുകൊണ്ട് അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ പൊന്നുമക്കൾ, ഇവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാ. ഇവരുടെ കൂടെ ഇരിക്കാൻ ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത്, എടോ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന ഈ മക്കളുടെ കൂടെ വന്ന് ഇരിക്കാൻ ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് കരുതണം. ഉമ്മമാരെ, നിന്റെ വയറ്റിൽ ജനിച്ച ഒരെണ്ണമെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് ബന്ധമുള്ളവരാകണം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ എത്ര പേരാ ഖുർആൻ ഓതുന്നേ? നമുക്ക് സമയമില്ല. നമുക്ക് ഖുർആൻ ഓതുവാനോ നമുക്ക് അതുമായി ബന്ധപ്പെടുവാനോ നമുക്ക് സമയമില്ല. ഈ മക്കൾ 24 മണിക്കൂറും അവർ ആ ഖുർആനിന്റെ ചിന്തയാ. ആ ചിന്തയുമായിട്ട് കഴിയുന്ന ഈ മക്കളെ നമുക്ക് സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ആ മക്കളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ
നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ മക്കളുടെ വലുപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ നേരം ഞാൻ പ്രസംഗിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഈ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾക്ക് ആർക്കും ഹാഫിളാകാൻ കഴിഞ്ഞില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ എടുത്തു നോക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ 6 ആൺമക്കളുണ്ടെങ്കിലും എല്ലാവർക്കും ഹാഫിളാകാൻ കഴിഞ്ഞില്ല. അത് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇപ്പൊ 35 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ആകാൻ കഴിയണമെന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഹാഫിളാകാൻ കഴിയൂ. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ, ആ ഖുർആനിന്റെ ആൾക്കാർ സാധാരണ ആൾക്കാരല്ല. നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹദീസ്. നബിതങ്ങൾ പറയുന്നു, ഖുർആനിന്റെ അഹ്ലുകാരെന്ന് പറയുന്നത് സാധാരണ ആൾക്കാരല്ല, അവർ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാ. ഈ മഖാമിൽ കിടക്കുന്ന വലിയ, അത് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരാ. ഖുർആനിന്റെ ആൾക്കാര് ഖാസുള്ള, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത വിവിഐപികളാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ ഒരു ഹാഫിള് വേണം. അവന്റെ ദുആയിക്ക് ഇജാബത്തുണ്ട്. അവനെ ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് മണ്ണ് തൊടൂല. എത്ര കൊല്ലം കഴിഞ്ഞു നോക്കിയാലും, എത്ര വർഷം കഴിഞ്ഞു നോക്കിയാലും ഖുർആൻ പഠിച്ച ഒരാളുടെ ശരീരം മണ്ണ് തിന്നാറില്ല, പുഴുക്കൾ തിന്നാറില്ല. അവന് നാളെ ഖബറിന്റെ അകത്ത് വിചാരണയില്ല. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ അവന് ഹിസാബില്ല. എൻ്റെ പ്രിയപ്പെട്ടവര്, വലിയ പദവികളാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അനസിനോട് അള്ളാഹു പറയും, അനസെ, നീ ഖുർആൻ ഓതാൻ തുടങ്ങിക്കോ. അനസ് ഓരോ ആയത്തും ഓരോ സൂറത്ത് ഓതുമ്പോഴും അവന്റെ പദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. എവിടെയാണോ അവൻ ഓതി തീർക്കുന്നത് അവിടെ വരെ അവൻ ഉയർന്നു ചെല്ലുമെന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എൻ്റെയും ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ്, എൻ്റെ മക്കളെയും ഹാഫിളീങ്ങളാക്കണം. നമ്മുടെ ഇമാമായ ബഹുമാനായ ഷമീർ മന്നാനി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ ആഗ്രഹം തന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്ന. ഞാനും വലിയ ആഗ്രഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട മകളെ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാനും കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. 4 ജുസുവായി. സത്യത്തിൽ എടോ, നമ്മൾ ആദരിക്കേണ്ടത് അനസിനെയല്ല. ഈ സദസ്സിലിരുന്ന് എല്ലാവരും ആദരിച്ചത് അനസിനെയാ. പക്ഷെ അനസിനെ എല്ലടോ ആദരിക്കേണ്ടത്. അനസിനേക്കാൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് അനസിന്റെ വാപ്പയെയും ഉമ്മയെയുമാ. കാരണം ഈ 2 കൊല്ലം അവനെ പിരിഞ്ഞിരുന്ന വേദന എന്താണെന്ന് അവർക്ക് അറിയൂ. സ്വന്തം മക്കളെ ഒന്ന് പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടവും വേദനയും ഉണ്ടല്ലോ. എനിക്കത് മനസ്സിലാകുന്ന, ഞാൻ എപ്പോഴും വഅദ് പറയുമ്പോൾ ഹിഫ്ള് പഠിപ്പിക്കുന്നതിന്റെ മഹത്വം പറയുന്ന ആളാ. പക്ഷെ എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ അതിന്റെ സങ്കടം എന്താണെന്ന് അറിയുന്നത്. അവനൊരു പനി വരുമ്പോ, അവനൊരു സങ്കടം വരുമ്പോ, ഒന്ന് ലീവിന് വീട്ടിൽ 45 ദിവസം കഴിയുമ്പോൾ 3 ദിവസം ലീവുണ്ട്. അവൻ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോ വല്ലാത്ത സങ്കടമാ. സത്യം പറഞ്ഞാൽ അവനെ ഒന്ന് കാണാൻ പോയിട്ട് ഇറങ്ങുമ്പോ, സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുകൊണ്ടിറങ്ങും. ഒരു വാപ്പയുടെ വേദന, ഒരു ഉമ്മയുടെ വേദന. അപ്പൊ അനസ് 2 വർഷമായി ഇവിടെ പഠിക്കുമ്പോൾ ആ അനസിനെ പിരിഞ്ഞിരുന്ന ആ ഉമ്മ സഹിച്ച ത്യാഗം എന്താണെന്ന് ചിന്തിക്ക്. ആ അനസിന്റെ വാപ്പ സഹിച്ച വേദന എന്താണെന്ന് സഹിക്ക്. അതിനേക്കാളും അപ്പുറമൊന്നുമില്ല. സത്യത്തിൽ ആദരിക്കേണ്ടത് അനസിന്റെ വാപ്പയെയും ഉമ്മയുമാ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നബിതങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ ഈ ഹാഫിളിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അള്ളാഹു അവരുടെ തലയിൽ ഒരു കിരീടം വെച്ചു കൊടുക്കും. അവര് സഹിച്ച ആ ത്യാഗമുണ്ടല്ലോ, തന്റെ പൊന്നാര മക്കളെ പിരിഞ്ഞിരുന്ന ആ ഒരു ത്യാഗം, അതിന് പകരം അള്ളാഹു അവരുടെ തലയിൽ ഒരു തൊപ്പി വെച്ചു കൊടുക്കും. ആ തൊപ്പിയുടെ പ്രകാശം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പ്രകാശിക്കുന്ന ഒരു വലിയ കിരീടമാണ് അള്ളാഹു വെച്ചു കൊടുക്കുന്നത് അനസിന്റെ മാതാപിതാക്കൾക്ക്. അപ്പൊ അനസിന്റെ പ്രതിഫലം ചിന്തിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ലാ, ഈ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, ഇടയ്ക്കിടയ്ക്ക് വരണം. ഈ 35 മക്കളുടെ കൈപിടിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ. ഈ മക്കൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുവാനും അവരുമായി സഹകരിക്കുവാനും ആ മക്കളെ സ്നേഹിക്കാനും ഞങ്ങൾക്കും എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടാകാൻ ഈ നാട്ടുകാരായ നിങ്ങളെല്ലാവരും ഈ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുകയാ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ബിൽഡിങ്ങിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം പള്ളിയുടെ മുകളിലാണ് കിടക്കുന്നത്. പള്ളി എന്ന് പറയുന്നത് അത് കിടക്കാനുള്ള സ്ഥലമല്ല. ദൈവമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും പ്രത്യേകമായിട്ട് ഇത് പള്ളിയോട് ചില അദബും മര്യാദയുമുണ്ട്.
അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ പള്ളിയുടെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് അൽഹംദുലില്ലാ ഒരു റൂം സൗകര്യം ഒരുക്കി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അലിഹാജിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, വലിയ മോലാളിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് അത് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എത്രയും പെട്ടെന്ന് ഈ മക്കളെ കണ്ണവത്തുകാർ വിചാരിച്ചതൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ എത്രയും പെട്ടെന്ന് ഈ മക്കളെ ഇതിന്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് അപ്പുറത്ത് ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അല്ലാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാ വഴികളും അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതം എപ്പോൾ എവിടെ വെച്ചാണ്, ഈ ജീവിതത്തിന് ഒരു വിലയുമില്ല. ഏതു നിമിഷവും നമ്മൾ മരണപ്പെട്ടു പോകും. എത്രയോ പേര് നിന്ന് നിപ്പിന് വീണ് മരിച്ചുപോയവരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, എടോ ഈ മക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം ഇവരെ നമ്മൾ സ്നേഹിച്ചാൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. മാസത്തിലെങ്ങാണ്ടോ ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം ഇവിടെ ദുആ ഉണ്ടെന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസമുണ്ട്. ഒരുപാട് സഹോദരിമാര് വരാറുണ്ട്. ഉസ്താദ് പറഞ്ഞു ഈ കുട്ടികൾക്ക് വേണ്ടതൊക്കെ കൊടുക്കാറുണ്ടെന്ന്. ഉമ്മ, നിനക്ക് തരുന്ന പ്രതിഫലം എന്താ നിനക്കറിയോ? നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ മക്കളെ നിങ്ങൾ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പോകുമ്പോഴാണ് അറിയുക. അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ട, നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട, നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ വേണ്ട, നിന്റെ കൂടപ്പുറപ്പിന് നിന്നെ വേണ്ട. ഒരാൾക്കും ഒരാളെയും അവിടെ തിരിച്ചറിയില്ല. നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എടോ നമ്മൾ നാളെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നരകം ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ അള്ളാഹുവിനോട് പറയൂ അത്രേ, പടച്ചോനെ എന്റെ വാപ്പാടെ നന്മ എടുത്ത് എനിക്കിതാ അല്ലാ, എന്റെ വാപ്പ ചെയ്ത നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ, എന്റെ തെറ്റുകൾ എന്റെ വാപ്പാക്ക് കൊടുക്ക്, എന്നിട്ട് എന്നെ സ്വർഗത്തിൽ വിടല്ല. തികയുന്നില്ലെങ്കിൽ എന്റെ ഉമ്മാടെ കൂടെ എടുത്തോ പടച്ചോനെ. അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്നെ സ്വർഗത്തിലേക്ക് വിടാൻ തികയുന്നില്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ എടുക്ക്, ഉമ്മാടെ എടുക്ക്. ഉമ്മാടെ തികയുന്നില്ലേ, അടുത്ത ആളുടെ എടുക്ക്. എന്റെ പ്രിയപ്പെട്ടവർ അവസാനം പറയുമത്രേ, ഈ നിൽക്കുന്ന എല്ലാവരുടെയും നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് അവരെ വേണമെങ്കിൽ നരകത്തിൽ എറിഞ്ഞോ, എന്നെ സ്വർഗത്തിൽ വിടണേ എന്ന് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ പരലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കണ്ണവത്ത് വെളുമ്പത്ത് മഖാമിൽ ഈ പള്ളിയുടെ മുകളിൽ നടക്കുന്ന ഈ കൊച്ചുമക്കളുടെ വിലയറിയുന്നത്. ഈ മക്കൾക്ക് നീ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, ഈ പൊന്നുമക്കളെ നിനക്കൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് സഹോദരന്മാരോട് പറയുക, നാളെ നിന്നെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നീ പരലോകത്ത് നിന്ന് കരയുകയാ ഒരു നന്മയ്ക്ക് വേണ്ടി. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു പറയും അത്രേ ഒരു അടിമയോട്, നന്മയും തിന്മയും തൂക്കി നോക്കിയിട്ട് ആ മനുഷ്യനോട് പറയും, ഒരു നന്മ കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ സ്വർഗം തരാം, ഒരു നന്മ കൊണ്ടുവന്നാൽ മതി. ആ മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞു നടക്കും, എല്ലാവരുടെ മുമ്പിൽ പോയി കൈനീട്ടും, ഒരാളും സഹായിക്കാനില്ല. നാണം കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ മകൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുകയാ. സ്വർഗത്തിലേക്ക് പോകുന്ന മകനെ കാണുമ്പോ, ഒരുപാട് നന്മകളും ചുമന്നു കൊണ്ടുപോകുന്ന മകനെ കാണുമ്പോ വാപ്പ ഓടിച്ചെന്നിട്ട് ചോദിക്കും, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ ഒരു നന്മ എനിക്ക് താടാ, നീ എനിക്ക് തന്നെന്ന് പറഞ്ഞ് നിനക്ക് അല്ലാഹു നരകമൊന്നും തരൂല്ല, എന്തായാലും നീ സ്വർഗത്തില, എന്തായാലും നീ സ്വർഗത്തിൽ പോവാ. ഒരു നന്മ എനിക്ക് തന്നെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു കുറവും വരാനില്ല. നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വാപ്പയാ മോനെ, ഒരു നന്മ എനിക്ക് താടാ. തിരിഞ്ഞു നോക്കില്ല സഹോദരി, നമ്മുടെ മക്കള് നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അന്ന് ആരാരും സഹായിക്കാനില്ലാതെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ നാണം കെട്ട് സ്വന്തം ശപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മകൻ വന്ന് നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഉമ്മ ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ സ്വർഗത്തിൽ, ഞാൻ കൊണ്ടുപോകാം വാപ്പാ നിങ്ങളെ സ്വർഗത്തിൽ. നീ അത്ഭുതത്തോടെ അവനോട് ചോദിക്കുന്നു, നീ ആരാടാ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ? നീ ആരാ? നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താ? നീ ഏത് കുടുംബത്തിലെയാ? ആ സമയത്ത് ആ പൊന്നുമകൻ പറയും, വാപ്പാ ഞാൻ ആരാണെന്നറിയോ, ഞാൻ ആരാണെന്നറിയോ? വെളുമ്പത്ത് മഖാമിൽ അൽഹംദുലില്ലാ അവിടുത്തെ പള്ളിയുടെ മുകളിൽ ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുമ്പോ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ലേ ഉമ്മ? എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ചില്ലേ? എന്നെ ഒരു മകനെ പോലെ നിങ്ങൾ ഏറ്റെടുത്തില്ലേ? എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നില്ലേ? എനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നില്ലേ? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇഷ്ടമുള്ളവരെ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം തന്നിരിക്കുകയാ. ഈ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ അനസ് എന്ന് പറയുന്ന പൊന്നുമോന് അവന്റെ ഉമ്മാനെയും വാപ്പാനെയും കൂടപ്പറപ്പുകളെയും കുടുംബക്കാരെയും 40 പേരെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹു നാളെ അനസിന് കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കളിൽ ആരെങ്കിലും ഒരാൾ കാണും നിന്റെ കൈപിടിക്കാൻ. നിന്റെ മക്കളില്ലെങ്കിലും നമ്മുടെ ആരുമില്ലെങ്കിലും ഈ മക്കളിൽ ഒരാളെങ്കിലും നിന്റെ കൈപിടിക്കാൻ കാണും. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുന്നു, ഉമ്മ നിനക്കിന്ന് നീ ഏറ്റവും വലിയ കോടീശ്വരി നീയാണ്. കാരണം ഒരു പവന് 1.25 ലക്ഷം രൂപ വിലയുണ്ട്. നിനക്ക് എത്ര പവന് സ്വർണമുണ്ടെന്ന് നിനക്ക് പോലും അറിയില്ല. അത്രയും വലിയ കോടീശ്വരിയായ നീ ഇതെല്ലാം ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുന്നു, ലോക്കറിൽ വെച്ചിരിക്കുന്നു. ആർക്കാ ഉസ്താദെ? എന്റെ മകളെ കെട്ടിക്കാൻ, എന്റെ മകൾക്ക് വീട് വെക്കാൻ, എന്റെ മകന് വീട് വെക്കാൻ. എന്റെ ഉമ്മച്ചിയോട് ചോദിക്കട്ടെ, നീ പോലും ധരിക്കാതെ ഇത് മുഴുവനും നീ സൂക്ഷിച്ചു വെക്കുന്നല്ലോ. ഉമ്മ, നിന്റെ അടുത്തിരിക്കുന്ന മകളോട് നീ ചോദിക്ക്, ഞാൻ മരിച്ചുപോയാൽ എന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ അറിയുമോ എന്ന്. നിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കുന്ന സമയത്തെങ്കിലും ആ റൂമിന്റെ അകത്തെങ്കിലും ഒന്ന് കയറി നിൽക്കുമോ എന്ന് നീ നിന്റെ സമ്പാദ്യം മുഴുവനും നീ പോലും ധരിക്കാതെ നീ നിന്റെ മകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുമ്പോൾ ആ മകളോട് നീ ചോദിച്ചു നോക്ക്, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിൻ്റെ അകത്തെങ്കിലും ഒന്ന് വന്ന് നിൽക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന്. ഈ മഖാമിന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരോട് ഞാൻ ചോദിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് മകനോട് ചോദിക്കണം, എടാ ഞാൻ മരിച്ചുപോയാ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് നീ വരുമോ? അറിയില്ല സഹോദര, ഇവന് വേണ്ടിയാ നമ്മൾ കഷ്ടപ്പെടുന്നത്, ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ കാണുന്ന പള്ളിപ്പറമ്പിൽ എവിടെയോ 6 അടി മണ്ണ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ 6 അടി മണ്ണിന്റെ അകത്ത് വന്ന് കിടക്കുമ്പോൾ എല്ലാവരും ടൗണിലെ പള്ളിയിൽ ജുമായി നിസ്കരിച്ച് പിരിഞ്ഞു പോകുമ്പോ തിരക്ക് കാരണം ഇങ്ങോട്ട് വരുന്നത് വളരെ കുറവാ. നീ ഓർത്തു വെച്ചോ, ആ സമയത്ത് നിനക്ക് ഉപകാരപ്പെടുന്നത് ഈ ഖുർആൻ പഠിച്ച മക്കൾക്ക് നീ കൊടുത്ത ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം. ഈ മക്കൾക്ക് താമസിക്കാൻ നീ ഒരു ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുത്തതായിരിക്കാം നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, എനിക്ക് എൻ്റെ ഉപ്പാനെ സ്നേഹിക്കുവാനോ എൻ്റെ ഉപ്പാനെ ഖിദ്മത്ത് ചെയ്യാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ച് ആലിമായിട്ട് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയത്. എൻ്റെ വാപ്പ മരണപ്പെട്ടു ഈ മാസം അൽഹംദുലില്ലാ ശഅബാൻ 25 ആകുമ്പോൾ 13 14 വർഷം തികയുകയാ. അള്ളാഹു ഉപ്പാന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും നല്ല നന്മ ഏത് ദിവസവും എൻ്റെ ഉപ്പാന് വേണ്ടി എനിക്കൊന്ന് ദുആ ചെയ്യാൻ കഴിയുന്നു. ഉപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപ്പാടെ 8 മക്കളിൽ ആ ഉപ്പായ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് ഞാനാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും മരിച്ചു ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണം. നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാണ് ഈ ഇരിക്കുന്ന 35 മക്കൾ. ഇങ്ങനെയും നല്ല ഒരു മജ്ലിസ് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ട് നമുക്ക് തിരിയുന്നില്ലെങ്കിൽ ഇനി ഒരു കാലത്തും നമുക്ക് തിരിയൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എൻ്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, ഉമ്മ, ഈ ഇരിക്കുന്ന മക്കളിൽ ആരെയെങ്കിലും ഒരാളെ, ഈ കുട്ടിക്ക് ഒരു വർഷം 25,000 രൂപയാ അവന്റെ ആഹാരം, അവന്റെ ചിലവ്. ഒരു വർഷം ഒരു പൊന്നുമോൻ ഖുർആൻ പഠിക്കുന്ന ഒരു മകന് ഒരു വർഷത്തേക്ക് 25,000 രൂപ വേണം. നിന്റെ കയ്യിൽ കിടക്കുന്ന 2 ഗ്രാം മോതിരത്തിന്റെ പൈസ പോലുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു മകന് ഒരു കൊല്ലം അവന് ചെലവാകുന്നത് 25,000 രൂപ. അത് പല ഘട്ടങ്ങളായിട്ട് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ പോരെ? ഉസ്താദെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളിൽ ഒരാളെ എനിക്ക് വേണം. എനിക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, എൻ്റെ മക്കളാക്കാൻ പറ്റിയില്ല, എൻ്റെ കൊച്ചുമക്കളും ഹാഫിളീങ്ങളായില്ല. ഉസ്താദെ, ഈ 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം കൊടുക്കുമ്പോൾ ആ 40 പേരിൽ ഒരാൾ ഞാനാകണം. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ 35 മക്കളിൽ ഏതെങ്കിലും ഒരു മകനെ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയാൻ കമ്മിറ്റിക്കാരെന്നോട് പറഞ്ഞത് ബിൽഡിങ്ങിന് വേണ്ടി എന്തെങ്കിലും മേടിക്കണമെന്നാ. ബിൽഡിംഗ് ഒക്കെ അള്ളാഹ് നോക്കിക്കൊള്ളും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് വേണ്ടത് ഈ 35 മക്കളിൽ ദുആ ചെയ്താ സ്വീകരിക്കുന്ന, മരിക്കുമ്പോ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്ന, തനിക്ക് സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഇരിപ്പിടം കണ്ടുകൊണ്ട് മരിക്കുന്ന, പള്ളിപ്പറമ്പിൽ
പറമ്പിലേക്ക് ഇറങ്ങിയാൽ കബറാളികളുടെ ശിക്ഷ പോലും അല്ലാഹു നിർത്തിക്കൊടുക്കുന്ന, മണ്ണിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു നോക്കിയാലും ആ കബറിൽ കിടക്കുന്ന പുഴുക്കൾ പോലും മണ്ണുകൾ പോലും തൊടാത്ത അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ പൊന്നുമക്കളുണ്ടല്ലോ, ഈ മക്കളിൽ ഒരാളെ പടച്ചവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം പടച്ചവനെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ പടച്ചവനെ റൂഹ് പിടിക്കുകയാണ്. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ കടന്ന് നിലവിളിക്കുകയാണ്. എല്ലാവരും കടന്ന് നിലവിളിക്കുമ്പോ മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കരയല്ലേ പെങ്ങളോ, കരയല്ലേ ബാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു മകനെ നീ ഏറ്റെടുത്തതാണല്ലോ, അവന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തവനാണല്ലോ. അതുകൊണ്ട് ആ കൊടുത്തതിന്റെ പ്രതിഫലം കണ്ടിട്ട് നീ മരിക്കൂ. അല്ലാഹു സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു തരികയാ, അല്ലാഹു സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു തരികയാ. ആ സ്വർഗ്ഗം